ഹലോ മക്കൾസ്, ബാബു സാറാണേ. മക്കളെ, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ ഫൈനൽ എക്സാം നടക്കാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ ഇതിനു മുമ്പുള്ള ലൈവ് ക്ലാസ്സുകൾ കണ്ടു, ഓക്കെ, മിനി മാരത്തോൺ കണ്ടു, നിങ്ങൾ കണ്ടന്റ് വീഡിയോസ് കണ്ടു, ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ടു. എങ്കിലും വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്, നമുക്ക് 4 മാർക്കിൻ്റെ ചോദ്യമാണ് ലെറ്റർ പത്ര തയ്യാർ കീജിയ എന്നുള്ളത്. അത് ഉറപ്പായിട്ടും വരുന്ന ചോദ്യമാണ്. അത് ഏത് പാഠത്തിൽ നിന്നുള്ള ചോദ്യം എന്നതിനേക്കാൾ ഉപരി എങ്ങനെയാണ് പത്ര തയ്യാറാക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ആ ഒരു കുട്ടി ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചോളം 100 മാർക്കും, അതായത് 100% ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളത് യാതൊരു ടെൻഷനുള്ള കാര്യവുമല്ല. ഓക്കെ, അതായത് നമ്മൾ നോക്കൂ മക്കളെ, ഈ പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന പോലെ അതിൻ്റെ ഇടയിൽ തിരികെ എഴുതാനുള്ളതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഒരു ഭാഗം മുഴുവനായിട്ടുള്ള ഒരു പേജിനെ എടുക്കുക, അതിനെ നിങ്ങൾ കൃത്യമായിട്ടൊരു ബോർഡറൊക്കെ കൊടുക്കണം. കത്ത് എഴുതുമ്പോൾ അങ്ങനെയാണ്, ഒരു സാംസ്കാരിക ഇടപാടാണ്. അപ്പം നമ്മൾ ഒരു പുതിയ പേജിൽ എഴുതുക, ഒരു ബോർഡറൊക്കെ ഇട്ട് കൊടുക്കുക. ബോർഡറൊന്നും ഇടാതെ ഒരു കാരണവശാൽ ലെറ്റർ എഴുതാൻ പോകരുത്. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ എന്നിട്ട് അതിൻ്റെ ഫോർമാറ്റ് കൃത്യമായി നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇതാണ് ആ കത്തിൻ്റെ ഫോർമാറ്റ്. കത്ത് എന്ന സമയത്ത് ഏറ്റവും വലതുവശത്ത് നിങ്ങൾ നോക്കൂ, സ്ഥാൻ താരിഖ് എന്ന് എഴുതിയത് കാണാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കൂ, പ്രിയമിത്ര എന്നൊരു അഭിസംബോധന കാണാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കത്ത് എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, നേരിട്ട് നമ്മൾ കണ്ടന്റിലേക്ക് കയറാൻ പാടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കാര്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് കത്ത് അവസാനിപ്പിക്കാൻ പറ്റില്ല, പിന്നെ അതിനൊരു കൺക്ലൂഷൻ വേണം. ഓക്കെ, അതും കഴിഞ്ഞതിന് ശേഷം പേരും ഒപ്പും വേണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ കവറിനെ ഈ പേപ്പറിനെ ലെറ്ററിനെ മറ്റൊരു കവറിലിടണം. ആ കവറിനെ നമ്മൾ ലെറ്ററിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യണം, താഴെ ഭാഗത്തായിട്ട്. അതാണ് ഒരു കവറിൻ്റെ ബോക്സ് നമ്മളിവിടെ വരച്ചിട്ട് സേവാമയം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 എന്ന് എഴുതുന്നതിന് പകരമാണ് ഹിന്ദിയിൽ സേവാമയം എന്ന് എഴുതുന്നത്. കിട്ടേണ്ടുന്ന ആളിൻ്റെ പേരാണ് ഇവിടെ വരേണ്ടത്. കിട്ടേണ്ട ആളിൻ്റെ പേര് നമുക്ക് തന്നിട്ടില്ല, സുഹൃത്ത് എന്ന് മാത്രമേ തരുള്ളൂ, മിത്ര എന്ന് മാത്രമേ. അപ്പോൾ അവിടെ നാം എന്ന് എഴുതി 2 ഡോട്ട് ഇടുക. പത്ത എന്ന് പറഞ്ഞാൽ അഡ്രസ്സാണ്, അതും എഴുതി 2 ഡോട്ട് ഇടുക. ഇങ്ങനെ എഴുതി കഴിയാണ് നിങ്ങൾ ആദ്യം ശ്രമിക്കേണ്ടത്. ഈ കത്തിൻ്റെ ഫോർമാറ്റ്, ബോഡി ഓഫ് ദ ലെറ്റർ കൃത്യമായിട്ട് ഓർമ്മ വേണം. ഇതിലേക്കാണ് നിങ്ങൾ കത്തിനെ നിറയ്ക്കേണ്ടത്. അല്ലാതെ വെറുതെ ഒരു പേപ്പറിലകത്ത് എഴുതി വെച്ചാൽ കത്തിൻ്റെ മാർക്ക് കിട്ടുകയില്ല. ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ കത്തിൻ്റെ പകുതി മാർക്കിന് അർഹതയായി. അതിൽ നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ഏത് ലെറ്ററിന് ഉപയോഗിക്കാം. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, എങ്കിലും പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇത് എത്ര തവണ കേട്ടാലും നമുക്ക് അത് അധികമാവുകയില്ല എന്നുള്ളത് ഒന്നുകൂടി പറയട്ടെ. കത്ത് എഴുതുമ്പോൾ നിങ്ങൾ സ്ഥാൻ താരിഖ് ഇവിടെ എഴുതുക. സ്ഥലം എഴുതേണ്ട, ഡേറ്റും എഴുതേണ്ട. ശരിക്കും കത്ത് എഴുതുകയാണെങ്കിൽ സ്ഥലവും തീയതിയുമാണ് എഴുതേണ്ടത്. ഇവിടെ നമ്മൾ കഥാപാത്രങ്ങളൊക്കെ എവിടുന്ന് ജനിച്ചു എങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് നമ്മൾക്ക് സ്ഥലവും താരിഖ്, ഇവിടെ സ്ഥലവും തീയതിയും എഴുതേണ്ടുന്നതാണ് എന്ന് എഴുതി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് വേണ്ടത്. പിന്നെ പ്രിയമിത്ര, സുഹൃത്തിൻ്റെ പേര് നമുക്കറിയില്ല, നമസ്തേ എന്ന് എഴുതി. എന്നിട്ട് തും കൈസേ ഹോ, നമ്മൾ ഏതൊരു കത്ത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ടീക്ക് ഹേന, സുഖം തന്നെയോ, ഏക്ക് ഖാസ് ഒരു സ്പെഷ്യലായ ബാത്ത് കാര്യം ബത്താനേ കേലി പറയാൻ വേണ്ടി മേ യഹ് പത്ര ലിഖ് രഹാ ഹൂ, ഞാൻ ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷനാണ്. ഇതില്ലാതെ നിങ്ങൾ കത്തെഴുതരുത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരിട്ട് വിഷയത്തിലേക്കാണ് പോകേണ്ടത്. ഈ വിഷയം നിങ്ങൾക്ക് എവിടെ കിട്ടും? തൊട്ടു മുകളിൽ തന്നിരിക്കുന്ന പാരഗ്രാഫ് ഒന്നുകൂടി ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ വരികൾ ഇവിടേക്ക് കിട്ടും. കണ്ടന്റ് നിർബന്ധമായിട്ടുണ്ടാവും. കണ്ടന്റ് നോവൽ എഴുതുന്ന പോലെ കുറേ എഴുതുക എന്നല്ല, കത്ത് കാര്യമാത്ര പ്രസക്തമായ കുറഞ്ഞ കാര്യങ്ങൾ മതി. അത് എഴുതിയതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ കൺക്ലൂഷനിൽ പോകും. മേം പത്ര കത്ത് ചോട്ടാ കറാഹോ, ഞാൻ കത്ത് ചുരുക്കുകയാണ്. ഗർവാലോസെ, വീട്ടുകാരോട് തലാശ് അന്വേഷണം കഹിനാ ചഹിയെ പറയുക വേണം. ചോട്ടാ ബൈക്കോ മേരാ പ്യാർ, കൊച്ചനിയനെ എൻ്റെ സ്നേഹം അറിയിക്കണം. സസ്നേഹ്, സ്നേഹപൂർവ്വം എന്ന് എഴുതിയതിനു ശേഷം തുമാരാ മിത്ര, നിന്റെ സുഹൃത്ത്, നാം ഹസ്താക്ഷർ, പേര് ഇവിടെ എഴുതണമെന്നില്ല, ഹസ്താക്ഷർ എന്ന് എഴുതിയാൽ മതി. നാം എന്ന് എഴുതി ഉറപ്പായിട്ടുണ്ടാവണം. പിന്നെ ഹസ്താക്ഷർ, ആ എഴുതുന്നയാളിൻ്റെ ഒപ്പാണ്. ഓക്കെ, ഇപ്പം നമുക്ക് കിടക്കി എന്ന് പറയുന്ന പാഠത്തിൻ്റെ അകത്ത് കത്ത് എഴുതുന്നത് പതിയാണെങ്കിൽ ഇവിടെ നമുക്ക് ആളിൻ്റെ പേരിൽ ഭർത്താവ് എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കഥയിലൊരു കഥാപാത്രമായി നമ്മൾ ഇവിടെ ഭർത്താവിന് പതി എന്ന് കാണുന്നു. അപ്പോൾ നമുക്ക് ആ കഥാപാത്രത്തിന് പേര് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്താൽ ഈ പതി. എന്നാൽ ഹർമൻ ഒക്കെ നമുക്ക് കേശവൊക്കെ തന്നാൽ അവിടെ നിങ്ങൾക്ക് ഹർമനൊന്നും കേശവനൊന്നും അവരുടെ കത്താണെങ്കിൽ പേര് തന്നുകൊണ്ട് കുഴപ്പമില്ല. പതിയൊക്കെ തന്നാൽ നമ്മൾ പതി എന്ന് എഴുതാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നാമെന്ന് എഴുതുന്നു. ഹസ്താക്ഷരം എന്ന് പറഞ്ഞാൽ ഒപ്പ് എന്നാണ്. നമ്മളൊരു ഒപ്പിടാൻ പാടില്ല. നമ്മളുടെ പേരിൻ്റെ ചുവട്ടിലാണ് നമ്മൾ ഒപ്പിടരുത്. മറ്റൊരാളുടെ കത്ത് എങ്ങനെ ഉണ്ടാവും എന്ന് ഭാഷാപരമായി നമ്മൾ പഠിച്ചോ അറിഞ്ഞോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ചോദിച്ചത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഈ കവർ വരച്ചതിന് ശേഷം അത് ഈ വരിയുടെ താഴത്തേക്കായിട്ട് വരണം. ഇങ്ങനെ ഓക്കെ, ഇതിവിടെ കത്തിൻ്റെ ഏരിയ ആണ് ശരിക്കും. എന്നിട്ട് സേവാമയും നാംപത ഇങ്ങനെ എഴുതി വെക്കണം. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമ്മൾ പകുതിയേക്കാൾ കൂടുതൽ മാർക്കിന് നമുക്ക് അർഹതയായി. ഇവിടെ ഈ കത്തിൽ ഇപ്പം ഇല്ലാത്തത് കണ്ടന്റ് മാത്രമാണ് ഇല്ലാത്തത്. ഒരുപാട് ഘടകങ്ങൾ, ഫോർമാറ്റ്, ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, കണ്ടന്റ്, അങ്ങനെ കത്തുകൾക്ക് നിരവധി ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ ഇവിടെ ഇല്ലാത്തത് കണ്ടന്റ് മാത്രമാണ്.
അപ്പോൾ ആ കണ്ടന്റാണ് നമ്മൾക്ക്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് പകുതിയിലധികം മാർക്ക് നടക്കുന്നത് ഈ കണ്ടന്റ് ആണെങ്കിൽ തൊട്ടുമുള്ള പാരഗ്രാഫിൽ നിന്ന് നമുക്ക് സഹായത്തിനുണ്ടാവുകയും ചെയ്യും. ഇത് നിങ്ങൾ ഒരു കാരണവശാലും മാർക്കരുത്. കത്ത് ഏത് ചോദ്യം വന്നാലും നമ്മൾ ധൈര്യസമേതം നമുക്ക് അഭിമുഖീകരിക്കാൻ നാളെ കഴിയണം. ഓക്കെ, എങ്കിലും വളരെ പ്രധാനപ്പെട്ട നോക്കൂ, ഇത് ഞാൻ ബോഡി ഓഫ് ലെറ്റർ പിന്നെ കുറച്ചുകൂടി നമ്മൾ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. കണ്ടന്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമായ ഒന്നാമത്തെ പാഠഭാഗമാണ് ഖിഡ്കി എന്ന് പറയുന്ന പാഠം. ഓക്കെ, ആ പാഠത്തിൽ നിന്നുള്ള ഒരു ലെറ്റർ നമ്മൾ ചോദിക്കുകയാണ്. ഹോഷിയാർപൂർ യാത്ര കാ അനുഭവ് കെ ആധാർ पर. ഹോഷിയാർപൂരിലേക്ക് തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ടുള്ള യാത്രയോ, ഹോഷിയാർപൂർ എവിടെയാണ്? പഞ്ചാബിലേക്ക്. ഇവിടെ നിന്നാണ് പോകുന്നത് ഡൽഹി എന്നുള്ള യാത്രയുടെ അനുഭവം ആസ്പദമാക്കിയിട്ട് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. പതി ഭർത്താവ് അപ്പനെ മിത്ര കെ നാം, തൻ്റെ സുഹൃത്തിൻ്റെ പേരിൽ പത്രലേക്ക് ഒരു കത്ത് എഴുതി. വ പത്ര കൈസെ ഹോഗ, ആ കത്ത് എങ്ങനെയായിരിക്കാം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ കത്ത് ഇങ്ങനെയാണ്. നോക്കൂ, ആ ഫോർമാറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കത്താണ്. പക്ഷേ ഞാനിത് കുറച്ചുകൂടി വലുതാക്കിയിട്ട് നിങ്ങൾ കാണിക്കാൻ പോവുകയാണ്. ഇങ്ങനെ നോക്കൂ. 5 ജൂൺ 2025 നമ്മൾ സ്കൂൾ തുറക്കുന്ന മാസമായതുകൊണ്ട് അങ്ങനെ ആ ഒരു ജൂണിൻ്റെ ഡേറ്റ് അങ്ങ് കൊടുത്തു മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റ് ചെയ്താൽ ഓക്കെ. ഗുരുവാർ എന്ന് എഴുതാം. ഇനി നിങ്ങൾ ഇവിടെ സ്ഥാൻ താരിഖ് എന്ന് മാത്രം എഴുതിയാലും മതി. സ്ഥാൻ താരിഖ് എന്ന് മാത്രം എഴുതിയാലും മതി. എന്നിട്ട് നോക്കൂ, തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടീക്ക് ഹേന, സുഖം തന്നെയല്ലേ? കുറച്ച് കുറച്ച് ദിവസമായി ആപ്കി യാദ്, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ മന്മേം ബാർ ബാറായി, മനസ്സിൽ വീണ്ടും വീണ്ടും വന്നു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തി. നിങ്ങൾ ആദ്യം പഠിച്ച് തന്നെ എഴുതിയാൽ മതി. ക്യോങ്കി എന്തുണ്ടെന്നാൽ ആപ്കോ യാത്ര പസന്ദിഹന, നിങ്ങൾക്കൊരു യാത്ര ഇഷ്ടമാണല്ലോ, അതുകൊണ്ടൊരു യാത്ര ചെയ്തപ്പോൾ എനിക്ക് അങ്ങയെക്കുറിച്ച് ഓർമ്മ വന്നു. മേനെ, ഞാൻ സപരിവാർ, കുടുംബസമേതം ദില്ലി സെ ഡൽഹിയിൽ നിന്ന് ഹോഷിയാർപൂർ കി ഓർ, ഹോഷിയാർപൂരിലേക്ക് ജാരഹാദ പോവുകയായിരുന്നു. യാത്ര ജനറൽ കോച്ച് മേത, ട്രെയിനിൻ്റെ ജനറൽ കോച്ചിലായിരുന്നു. യാത്രയൊക്കെ ബീച്ച് മേ, ഈ യാത്രയുടെ ഇടയിൽ ഏക് യുവതി, ട്രെയിനിൽ വെച്ചൊരു യുവതി മേരി പത്നിക്ക് പാസ് ആക്കർ, എൻ്റെ വൈഫിൻ്റെ അടുത്ത് വന്നിട്ട് കശ്മീരി ഷോൾ, കാശ്മീരിൽ നിന്നുള്ള ഷോൾ ലേനേക്ക് എടുക്കാനുള്ള ബാത്ത് കഹ്നയിലേക്ക്, കാര്യം എന്നോട് ആ വൈഫിനോട് പറയാൻ തുടങ്ങി. കഹ്നയിലേക്ക് പറയാൻ തുടങ്ങി. പത്നിനെ, ആ സമയത്ത് പത്നി എന്ത് ചെയ്തു? തോൾമോൾ കർക്കെ, വിലപേശൽ നടത്തിയിട്ട് 150 രൂപയ്ക്ക് 150 രൂപ തോതിൽ 150 രൂപയ്ക്ക് ഹിസാബ് സെ, 150 രൂപയുടെ കണക്ക് പ്രകാരം 5 ഷോൾ ഖരീദി, ഒരു 5 ഷോൾ അവർ വാങ്ങി. എത്രയ്ക്ക്? 750 രൂപയ്ക്കല്ലോ. പത്നിനെ ദാം കം ബദാത്തെ വക്ത്, അങ്ങനെ 150 രൂപയ്ക്ക് വാങ്ങി. പക്ഷേ നേരത്തെ വൈഫ് ഈ യുവതിയുമായിട്ട് വില പേശൽ നടക്കുമ്പോൾ പത്നി ദാം വില കം കുറച്ച് ബത്താത്തെ വക്ത് എന്ന് പറഞ്ഞ പറഞ്ഞ സമയത്ത് ഉസ് യുവതിക്ക്, ആ യുവതിയുടെ ആംഗേം, ആ യുവതിയുടെ ആംഗേ, കണ്ണുകൾ ബർഗെയ്തി, നിറഞ്ഞുന്നുണ്ടായിരുന്നു. വൈഫ് വിലപേശുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. റെയിൽഗാഡിക്ക് ഖിഡ്കീസെ, ആ സമയത്ത് ട്രെയിനിലെ വിൻഡോയിലൂടെ ഛാങ്ക്ത, പുറത്തേക്ക് നോക്കിക്കൊണ്ട് മേ സോച്ച് രഹാദ, ഞാനിങ്ങനെ ചിന്തിച്ചു. കി എന്തെന്നാൽ മേരെ പിതാബി, എൻ്റെ ഫാദറും റെയിൽഗാഡിയുമേ ട്രെയിനിൽ സാമാൻ ബേച്ചത്, ഈ യുവതിയെ പോലെ വസ്തുക്കൾ വിറ്റിട്ടാണ്, കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ പോറ്റിയത്. ഉൻകി ആങ്കോമേ ബി, അപ്പോൾ അങ്ങനെ ട്രെയിനിൽ വിൽപ്പന കഴിഞ്ഞ് വരുമ്പോൾ ഉൻകി ആങ്കോമേ ബി, എൻ്റെ ഫാദറിൻ്റെ കണ്ണിലും വഹീൻ അമീദി, ഇന്ന് സ്ത്രീകളുടെ കണ്ണിൽ കണ്ടതുപോലെ ഒരു ആർദ്രത ഉണ്ടായിരുന്നു, ഒരു നനവുണ്ടായിരുന്നു. വേ അപ്പനേലിയെ, അവർ തങ്ങൾ, അപ്പനേലിയെ നെഹി, ഇവിടെ ലിഖിനാണ് അപ്പനേലിയെ നെഹി, തനിക്ക് വേണ്ടി മാത്രമല്ല, അപ്പനേലിയെ നെഹി, തനിക്ക് വേണ്ടി മാത്രമല്ല, അപ്പനേലിയെ നെഹി, തനിക്ക് വേണ്ടി മാത്രമല്ല, എന്താണ്? പരിവാർ ഓർ സമാജ് കെ ലിയെ ജീത്തത്, എൻ്റെ ഫാദർ ട്രെയിനിൽ വസ്തുക്കൾ വിറ്റിട്ട് അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, കുടുംബത്തിനും സമൂഹത്തിനും കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ മാന്യമായ വിലയ്ക്ക് വിറ്റു, സമൂഹത്തെ ചൂഷണം ചെയ്തില്ല, കിട്ടുന്ന നേരിയ ലാഭം കൊണ്ട് കുടുംബത്തെ പോറ്റുകയും ചെയ്തു. ആ മനുഷ്യൻ അങ്ങനെ ജീവിച്ചു തീർക്കുകയാണ് ഉണ്ടായത് എന്നാണ് അർത്ഥം. ആപ്കി നയി ബാത്തേം ക്യാ ക്യാ ഹേ, താങ്കളുടെ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജറൂർ ലിഖന, തീർച്ചയായിട്ടും എഴുതണം. സസ്നേഹ്, സ്നേഹപൂർവ്വം എന്ന് എഴുതിയതിന് ശേഷം ഹസ്താക്ഷരനാം, അത്രയാണ്. അതിൻ്റെ താഴെ ഭാഗത്തേക്കാണ് ബോക്സ് വരേണ്ടത്. ഞാൻ ഈ സ്ലൈഡിൽ തന്നെ കൊള്ളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി ഇതിൻ്റെ താഴെ ഭാഗത്തേക്കാണ് ബോക്സ് വരേണ്ടത്. സേവാമീനാം പദം. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും, ലെറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു ടെൻഷനും പാടില്ല, എൻ്റെ മക്കൾ എഴുതിയിരിക്കണം. ഓക്കെ, ബാക്കി നമുക്ക് മഹാമാരത്തോൺ ലൈവിൽ നിങ്ങൾക്ക് എല്ലാ ലെറ്ററുകളെക്കുറിച്ചും എല്ലാ ഡിസ്കോഴ്സുകളെ കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഏറ്റവും ഷുവറായ ക്വസ്റ്റ്യൻസ് പറയും. അത് 2 ലൈവും നിങ്ങൾ കാണുമ്പോഴേക്ക് ഹിന്ദിയിൽ നിങ്ങൾ മക്കളെ ഒരു ടെൻഷനും വേണ്ട, ഫുൾ സെറ്റായിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും വൈകുന്നേരം എത്തുക.